ഹായ് ഹലോ നമസ്കാരം. നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ. അപ്പോൾ കുറച്ച് നേരം രഞ്ജിത്തിന് കുറച്ച് ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് മസ്ജിദ് മാളിൽ പോകാമെന്ന് പറഞ്ഞ് എത്തിയതാണ്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഈ മാളിലേക്ക് വരുന്നത്. അപ്പോൾ പുതിയൊരു ലോട്ട് ഓപ്പൺ ആയിട്ടുണ്ട്, അവിടേക്ക് ഒന്ന് കയറാം എന്നൊക്കെ കരുതി വന്നതാണ്. അങ്ങനെ വിശക്കാൻ തുടങ്ങി. രാവിലെ നമ്മൾ ഇറങ്ങിയത് രഞ്ജിത്തിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി. അപ്പോൾ പിന്നെ ഫസ്റ്റ് തന്നെ ഫുഡ് കഴിക്കാൻ കുംഭകോണം എന്ന് പറഞ്ഞൊരു തമിഴ് റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ വന്നു. അപ്പോൾ പരിപ്പോടെയും ഉഴുന്നുവടയൊക്കെ ആദ്യം ഓർഡർ ചെയ്തു. കണ്ടപ്പോൾ ഭംഗി തോന്നി, നല്ലതാണെന്ന് തോന്നി വാങ്ങിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ രഞ്ജിത്ത് കേർഡ് റൈസ്, ഞാൻ മസാല ദോശയായിട്ട് ഓർഡർ ചെയ്തത്. മസാല ദോശ അപ്പം പോലത്തെ ദോശ, എന്നിട്ട് നല്ല ക്രിസ്പി ആയിട്ട്, കുഴപ്പമില്ലായിരുന്നു. പീനട്ട് ചമ്മന്തിയും പുതിന ചമ്മന്തിയും തേങ്ങാ ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു കേർഡ് റൈസ് ആണെങ്കിലും നല്ലതായിരുന്നു. കൂടെ ക്യാരറ്റ് തോരനും സാമ്പാറും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റിന് ഭയങ്കര കരച്ചിൽ, ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. പിന്നെ റോസ് മിൽക്ക് മേടിച്ചു കൊടുത്തു അവൾക്ക്, അവളതാ കഴിച്ചത്. അങ്ങനെ അതൊക്കെ കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇവിടുത്തെ സ്പെഷ്യൽ 3 മണിക്ക് ശേഷം പനീർ ഷവർമയാണ് കേട്ടോ പറഞ്ഞത്. നമ്മൾ 3 മണിയാവാത്തതുകൊണ്ട് അത് കിട്ടിയില്ല. അത് നല്ലതാണെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടു. പിന്നെ നമ്മളങ്ങനെ ലോട്ടിലെത്തി. ലോട്ടിൽ ഒത്തിരി കമ്മലിൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ. ജിംക്ക ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട്. ഞാൻ അത്ര വലിയ ജിംക്ക ഫാൻ അല്ലാത്തതുകൊണ്ട് ഞാനൊന്നും മേടിച്ചില്ല കേട്ടോ. പിന്നെ എനിക്ക് ലോട്ട് അത്രയ്ക്ക് കളക്ഷനുള്ള പോലെ തോന്നിയില്ല, കുറച്ചൊക്കെ തോന്നിയുള്ളൂ. പിന്നെ ലുലുവിലെത്തി. വെളിച്ചെണ്ണയ്ക്ക് നാട്ടിൽ വില കൂടിയപ്പോൾ ഇവിടെയും വെളിച്ചെണ്ണയ്ക്ക് വിലയും കൂടി, ക്ഷാമവുമാണ്, കിട്ടാനില്ല. അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്തു, കുറച്ച് വെളിച്ചെണ്ണയൊക്കെ മേടിച്ചു. പിന്നെ ഈ പീനട്ട് കണ്ടോ, ഇതിങ്ങനെ ആവിയിൽ പുഴുങ്ങി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാട്ടോ. അപ്പോൾ അതും മേടിച്ചു. ഇവിടെ പുഴുങ്ങി പൊളിച്ചു കൊടുത്ത പിള്ളേർക്ക് ഇഷ്ടമാണ്. പിന്നെ ചക്കക്കുരു കണ്ടു കേട്ടോ, 5.60 അത്രയും ദറംസാണ്. ഞാൻ പിന്നെ എടുത്തില്ല, അത്ര നല്ലതാണെന്ന് തോന്നിയില്ല. പിന്നെ വന്നപ്പോൾ മംഗൂസ്റ്റിൻ, ഇത് ഞാൻ കുറേ എടുത്തു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിച്ചപ്പോൾ. മംഗൂസ്റ്റിൻ കണ്ടു കഴിഞ്ഞാൽ, റംബുട്ടാൻ കണ്ടാലൊക്കെ എൻ്റെ കണ്ണ് പെട്ടെന്ന് പോകും. പിന്നെ ബോബി വെല്ലെന്ന് പറഞ്ഞ് ഇപ്പോൾ ഭയങ്കരമായിട്ട് റീൽസിലൊക്കെ തിളങ്ങി നിൽക്കുന്നതല്ലേ ലുലുവിൻ്റെ. അപ്പോൾ ഇതും ഒരെണ്ണം എടുത്തു. എങ്ങനെയാണെന്ന് അറിയാലോ, ഞാൻ കറി വെച്ചിട്ട് ഞാൻ എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതും ഒരെണ്ണം എടുത്തു. അതിനിപ്പോൾ റേറ്റ് കൂടിയെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇവിടെ 24.95 ദറംസാണ് ഇതിൻ്റെ വില ഇപ്പം. പിന്നെ ഇത് ചൈനീസ് മുന്തിരി, ഞാനിത് ആദ്യമായിട്ട് കാണുക കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ട് ഇത് ആദ്യമായിട്ടാണ് ഷോപ്പിലൊക്കെ കാണുന്നത്. കഴിച്ചു, മധുരമുണ്ട്. ഒരു പഴമുള്ള പച്ചത്തക്കാളിക്ക കഴിച്ചാൽ എങ്ങനെയിരിക്കും, പച്ചത്തക്കാളിക്കായ്ക്ക് മധുരം വന്ന എങ്ങനെയിരിക്കും, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്നിട്ട് അതിൻ്റെ കൂട്ടി ചെറിയ ഗ്രേപ്സിൻ്റെ ചുവയും കൂടെ. എനിക്കല്ല, അത് കുറച്ചെടുത്തുള്ളൂ കേട്ടോ. പിന്നെ കാന്താരി എടുത്തു, കുറച്ച് തക്കാളിക്ക, പിന്നെ ഈ നമ്മുടെ തത്തമ്മ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ബെറീസൊക്കെ എടുത്തു കേട്ടോ. ഈ ഫ്രൂട്ട്സ് കഴിപ്പായതുകൊണ്ട് അവർക്ക് വേണ്ടി കുറച്ച് അതൊക്കെ എടുത്തു. പിന്നെ ഇപ്രാവശ്യം പാല് മാറ്റി പിടിച്ചു കേട്ടോ. ഫ്രഷ് മിൽക്ക് എടുത്തു കേട്ടോ. ആ ഫ്രഷ് മിൽക്ക് സാധാരണ നമ്മൾ എടുക്കുന്നതിനേക്കാളും ഒരു ചേഞ്ച് നോക്കിയെടുത്തു. പിന്നെ പൂക്കളൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതാ പറഞ്ഞേ, ഇവിടെ ഓണം കഴിഞ്ഞാലും ഓണം ഉണ്ട്, അതുപോലെ പൂക്കളൊക്കെ ഇരിപ്പുണ്ട്. പക്ഷെ പൂക്കളൊക്കെ ഫ്രഷ്നെസ് ഒക്കെ പോയി കുറച്ച് വാടി. പിന്നെ അതൊന്നും എടുത്തില്ല. അങ്ങനെ ഇത്രയൊക്കെ എടുത്ത് ബില്ലിങ്ങിൽ പോയി ബില്ലൊക്കെ അടിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ, സീ യു.